ഒരുങ്ങാം. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് ഈ വ്ളോഗ് എന്ന് ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്ന് നിങ്ങൾ കണ്ടാലും അന്നാണ് ഞങ്ങളുടെ ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തിരുവോണമായിട്ട് സദ്യയൊക്കെ ഒരുക്കാനുള്ള പ്ലാനാണ്. എല്ലാരും നാട്ടിൽ വിളിച്ചിട്ട് ഞങ്ങൾ സദ്യ ഉണ്ടെന്നൊന്ന് കാണിക്കാം. അപ്പം നിങ്ങൾ എന്താ വിചാരിച്ചു നമ്മളിവിടെ സദ്യ ഒരുക്കുന്നില്ലെന്നോ? നോക്കൂ, നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിയൽ മിക്സ് ഉണ്ട്, സാമ്പാർ മിക്സ് ഉണ്ട്, പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് സദ്യ ഉണ്ട്. പിന്നെ നമ്മൾ ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് വരെയുള്ള ഇന്നത്തെ ഫുള്ള് വ്ളോഗ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതൊന്നും കാണിക്കല്ലോ, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനത്തെ ഉള്ളതൊന്നിനകത്തില്ല. ഇന്ന് ഫുൾ ഓണർ റിലേറ്റഡ് ഫുള്ള് വൈബായിരിക്കും. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്കി നമുക്ക് ഉടനെ വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ, ബൈ. മഹാബലി എന്താ പറഞ്ഞു മറന്നുപോയി. അപ്പോൾ മഹാബലി പറഞ്ഞു ഞാൻ തരാൻ
അങ്ങനെയൊന്നും അല്ല എന്റെ പൊന്നോ. ഇതൊക്കെ കേട്ടിട്ട് അപ്പോഴത്തേക്ക് പറയും പാതാളത്തിൽ എപ്പോഴും മഹാബലി പറയും ഞാൻ പാതാളത്തിൽ ജീവിതത്തോടെ എനിക്കൊരു കുഴപ്പമില്ല പറയും. എന്നിട്ട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. എപ്പോഴും മഹാബലി പറയും പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, വർഷം തോറും എനിക്ക് എന്റെ പ്രജകളെ കാണാൻ വരാൻ താങ്കൾ എനിക്കൊരു അവസരം ഒരുക്കി തരണമെന്ന് പറയും. പറയും ഒരു ദിവസമല്ല 10 ദിവസം, 10 ദിവസത്തില് ഒരു ദിവസം നിനക്ക് വന്ന് നിന്റെ പ്രജകളെ കാണാൻ പറ്റും. അന്നത്തെ ദിവസം നിന്റെ പ്രജകളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവർ ആഘോഷിക്കുകയും നിന്റെ വരവിനായിട്ട് വീടും പരിസരവും ഒക്കെ ഒരുക്കുകയും നിനക്ക് വേണ്ടി ആഹാരങ്ങൾ പാചകം ചെയ്ത് വയ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രതീക്ഷിച്ചാണ് മഹാബലി പോണത്. അങ്ങനെ മഹാബലി 10 ദിവസത്തിൽ വരുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത്. മഹാബലിക്ക് വേണ്ടിയിട്ടാണ് അത്തം മുതൽ തിരുവോണം വരെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി അത്തപ്പൂക്കളോ ഇട്ട് മഹാബലി വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ സദ്യയൊക്കെ ഒരുക്കുന്നത്. ഇപ്പോഴും മഹാബലി വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുന്നു. പക്ഷെ മഹാബലി വരില്ല. കാരണം എന്താ? മഹാബലി പണ്ടും ഭരിച്ചിരുന്ന സമയത്തുള്ള ഭരണം എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. നല്ല അഹങ്കാരവും ഒന്നും മനസ്സിലൊന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, അതാണ് കള്ളവുമില്ല പൊളിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനായും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ്. കേരളത്തെ പറ്റി മറ്റേ പറ്റി മഹാബലി എങ്ങനെ വരും? ഇതിന് ബാറ്ററി കുറവാണല്ലോ. നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസവും കൂടെ ഉള്ളൂ. ഇത് അട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അട വയ്ക്കുന്നത് പാറു ചേച്ചിയാണ് കേട്ടോ. അയ്യോ, പാറു ചേച്ചി കാണിച്ചുതരാം. ഇതാണ് പാറു ചേച്ചി. പാറു ചേച്ചിയാണ് അട വയ്ക്കുന്നത്. സ്മൃതി കൈതച്ചക്ക പായസം ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇനി നമ്മുടെ ബാക്കി ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ മോര്. മോര്. ഇത് തുറക്കാൻ പറ്റൂല കേട്ടോ. കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. ഇത് തീയല്. പിന്നെ ഇത് പച്ചടി. ഇത് രസം, തോരൻ, പരിപ്പ്. ഇത് പായസമാണ്. എവിടെയാണ് നമ്മുടെ അവിയല്? ഇരിക്കുന്നത് സാമ്പാർ. അങ്ങനെ ഇത്രയും. അയ്യോ, ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ട്. സംഭാരം. എവിടെ സംഭാരം? സംഭാരം അല്ല, മോര്. ഇതാണ് സംഭാരം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയി. പായസം കൂടെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മള് പായസം കൂടെ വയ്ക്കും. പായസം ഞാൻ സേമിയ വെച്ച്, അവരിനി അടയും സംഭവത്തിന് വരുന്നിരുന്ന് കൈതച്ചക്കയൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം സെറ്റിന് നമ്മളൊന്ന് പോയി കുളിക്കും. എല്ലാവരും പോയി കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സിലിട്ടിട്ട് നമ്മൾ ഇലയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ സദ്യ ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ബാക്കി. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ ഓപ്പോസിറ്റ് പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ പോയി കുറച്ച് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. പിന്നെ വൈകിട്ട് ഞങ്ങളൊരു മൂവിക്ക് പോകാനായിട്ട് ARM പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓണം അങ്ങനെ നമ്മൾ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കേ. അയ്യോ, ശർക്കര വരട്ടി പഴം ഒന്ന് പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓണം വ്ളോഗ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരുങ്ങി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഫുള്ള് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയുള്ളൊരു വീഡിയോ ഞാൻ അതിൽ ഷോർട്സായിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾ കുറച്ച് ഒരുങ്ങി ഫോട്ടോയൊക്കെ എടുത്തു.
സദ്യ ഉണ്ടെന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ മൊത്തത്തിലുള്ള കലാപരിപാടികൾ ഇങ്ങനെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളൊന്ന് ടയേർഡായിരുന്നു വെച്ചാൽ ഇപ്പോഴും നല്ല ടയേർഡാണ്, വയറൊക്കെ നിറഞ്ഞ് ഫുള്ള് ഇതായിട്ടിരിക്കുക. പക്ഷേ എത്രയൊക്കെയായാലും നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് എന്തായാലും കിട്ടില്ല നമുക്കറിയാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും ഇവിടെ ചെറുതായിട്ടൊന്നും ഓണം സെലിബ്രേറ്റ് ചെയ്തതാണ്. എനിവേ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഹാപ്പിയാണ്. നാട്ടിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് പേര് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കും. ഞാൻ കാര്യം എൻ്റെ ഫോട്ടോ ഓൾറെഡി സെയിം കോസ്റ്റ്യൂമിൽ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പായിട്ട് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതിട്ടത്. അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങളൊരു മൂവിക്കിപ്പം ഇറങ്ങുവാണ്, പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരാം. അതുവരെ ബൈ. അതെനിക്ക് കൺക്ലൂഷൻ എടുക്കാനോ ഹാപ്പി ഓണം പറയാനോ എല്ലാം ഊരിക്കളഞ്ഞല്ല. ഞാൻ ഊരി കണ്ട വേറെ ബാൻഡ് എടുത്തിട്ട് അവള് ടോപ്പ് മാത്രമേ ഉള്ളൂ, പാവാട ഊരിക്കളഞ്ഞു. അല്ല ഞാൻ കുറച്ച് എടുത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കും പറഞ്ഞിട്ട് നീ അങ്ങനെ പറഞ്ഞ മതി. നമ്മളന്ന് അങ്ങനെ ഇന്ന് ഓണൊക്കെ ആഘോഷിച്ചതിന് ശേഷം നമ്മൾ 3 പായസം വെച്ചു. കുറച്ച് ഫ്ലോപ്പായി പോയി, പക്ഷെ സ്റ്റിൽ നമ്മൾ 3 പായസം വെച്ച് എല്ലാം സെറ്റാക്കി ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ ARM, ആ ARMന്റെ ഫുൾ ഫോം എനിക്ക് ഇന്ന് മനസ്സിലായി. ആര് അജയന്റെ 2ാം പോഷണം. ആ സിനിമയ്ക്കുള്ള പ്രൊമോഷൻ പോലെ. അതല്ല അത് വെറുതെ കാണാൻ പോകുന്നത്. അത് പോണോ വേണ്ടി നീ ആലോചിച്ചു. നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇന്ന് നമ്മള് ഫിനിഷ് ഓണം ഓണം ഓണം. പിന്നെ എഴുതി വയ്ക്കാം. അപ്പൊ എല്ലാരും ഒരു ബായ് ഒക്കെ പറഞ്ഞ് ഹാപ്പി ഓണം പറയൂ. ഓണം. ബൈ.